നല്ലൊരു ചായ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതാ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ കപ്പിൽ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പാലെപ്പോഴും തിളച്ചതിന് ശേഷമേ നമ്മൾ എന്ത് സാധനവും ഇടാവൂ. പാലും വെള്ളവും കൂടെ ഒഴിച്ചത് നല്ല വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു ഏലക്കായ ഇടാം. ഒരു കുഞ്ഞ് ഏലക്ക ഒന്ന് പൊട്ടിച്ച് ഒന്നിടാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഏലക്കായ ഇട്ടാൽ. ഏലക്ക, ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു ഇതൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ചായയ്ക്ക്. നമുക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പമ്പ കിടക്കും. കണ്ടോ, ഒരു ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ലവണ്ണം പാലൊന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകണമെങ്കിൽ മാത്രമേ ചായയ്ക്ക് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ആ സമയം നമുക്ക് തേയിലപ്പൊടിയെല്ലാം എടുത്ത് റെഡിയാക്കി വയ്ക്കാം. ഒരു 3/4 സ്പൂൺ തേയിലപ്പൊടി നമുക്കിടാം. കണ്ടോ, ഇത്രയും മതി അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഒരു കുഞ്ഞു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ്. അപ്പോൾ ഒരു ചായക്കുള്ളതാണ് ഇത്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ. ചായ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ഇടണ്ട. ഷുഗർ ഫ്രീ ടാബ് ഉണ്ടല്ലോ, അതിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര. ഒരുപാട് പഞ്ചസാര ഇട്ടാൽ ചായയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരല്പം പഞ്ചസാര കൂടെ ഇടാം. തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേ പരുവത്തിൽ വേണം ചായ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരാനായിട്ട്. ചായക്കടയിൽ കണ്ടിട്ടില്ലേ, തിളച്ച് കിടക്കുന്ന ആ ചായക്കടയിൽ ചായ കുടിക്കാൻ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. 10 രൂപയേ ഉള്ളൂ എങ്കിലും. പക്ഷേ നമ്മൾ ഒരു ഇങ്ങനെയൊക്കെ ഇട്ട ഇഞ്ചി, ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട ചായ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറുവാണെങ്കിൽ ഒരു 250 രൂപ 300 രൂപയൊക്കെയാണ് അതിൻ്റെ വില. നമുക്ക് അല്പം പഞ്ചസാര കൂടെ ഇടാം. അല്പം പഞ്ചസാര മതി. ഷുഗർ അത് വേണമെങ്കിൽ മതി. ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതാണ്ടോ, തിളച്ച് നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. അല്പം പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട്. ഇതാണ്ടോ. ഇനി ഇതൊന്ന് തിളച്ചാൽ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കപ്പിലോട്ട് ചായ ആദ്യം ഒഴിക്കണം. ആദ്യമേ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കരുത്. ഒരു കപ്പിൽ അരിച്ചൊഴിക്കണം ചായ. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ചായ പതപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കുടിക്കാനായിട്ട്. ആദ്യം ഗ്ലാസ്സിനോട് ചേർത്ത് വെച്ചിട്ട് പിന്നെ അല്പമായിട്ട് ഉയർത്തി കൊടുത്താൽ മതി. നല്ല പതയോടുകൂടിയുള്ള ചായ കണ്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കുക. ചായ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും 1 ഗ്രാമ്പൂവും അല്പം ഏലക്കായും എല്ലാം കൂടെ ഇട്ടിട്ടൊരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ നമുക്ക് എന്തെങ്കിലും തലവേദനയോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടാൻ ഈ ഒരു ചായ മാത്രം കുടിച്ചാൽ മതി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക.